of Indian cricket. ഒരു ഡ്രീം കം മൊമെന്റിലേക്കുള്ള എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരിക്കലെങ്കിലും ലൈവായിട്ട് ഒരു ക്രിക്കറ്റ് കാണണമെന്നത് ഞങ്ങളെ ചെക്ക് ലിസ്റ്റിലുള്ള ഐറ്റായിരുന്നു. അതിന് വേണ്ടിയിട്ട് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്കാണ് യാത്ര. ക്രിക്കറ്റ് കാണാമെന്നതിലുപരി കിങ് കോഹ്ലിയെ കാണലാണ് എൻ്റെ ഏട്ടൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദൂരെ തന്നെ സ്റ്റേഡിയം കണ്ടു, പക്ഷേ അങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ വീണ്ടും ടൈം എടുത്തു. എൻട്രൻസിൽ തന്നെ റോയൽ VIP പാർക്കിങ്ങും ജനറൽ പാർക്കിങ്ങും ബോർഡ് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് തന്നെ പോക്കറ്റ് കയറി എടുത്തുകൊണ്ട് നമുക്ക് ജനറൽ പാർക്കിംഗ് തന്നെ ധാരാളമാണ്. വണ്ടി പാർക്കിങ്ങിലിട്ട് സ്റ്റേഡിയത്തിലേക്ക് വെയിലത്ത് കുറേ നടന്നു. ടിക്കറ്റ് ചെക്കിങ്ങും ബാഗ് ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഒരുവിധം ഗേറ്റ് കണ്ടുപിടിച്ച് കയറി എത്തിയപ്പോഴേക്കും മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മാച്ച്. ഇന്ത്യ ഫീൽഡിങ്ങിലാണ്. ഞങ്ങളിരുന്ന സൈഡ് ബൗണ്ടറിയിൽ ഷമിയായിരുന്നു ഉണ്ടായിരുന്നത്. സന്ധ്യ ആവുമ്പോഴേക്ക് ഫ്രണ്ട് സീറ്റ്സ് ഒക്കെ ഫില്ലായാലോ എന്ന് പേടിച്ച് വെയിലത്ത് വിയർത്ത് കുളിച്ച് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. രോഹിത് ശർമ്മയൊക്കെ ദൂരേന്ന് കണ്ടു. നാട്ടിലെ സ്റ്റേഡിയത്തിലൊക്കെ ഉള്ള പോലെ ഗ്രിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ ഇരുന്നാലും വ്യൂ ക്ലിയർ ആണ്. 15 ഓവറൊക്കെ കഴിഞ്ഞ് ദാ വരുന്നു ബൗണ്ടറിയിലേക്ക് കിങ് കോഹ്ലി. എൻ്റെ ഏട്ടൻ അതൊരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര അടുത്ത് കാണാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടിരുന്ന ഓഡിയൻസ് ഒക്കെ വല്ലാത്തൊരു ആവേശത്തിലായിരുന്നു ആ ഒരു മൊമെന്റ്. കാണാൻ വന്ന ആളെ കണ്ടോ? അങ്ങനെ അവസാനം KL രാഹുലിന്റെ ഒരു സിക്സറോടെ ഇന്ത്യ തന്നെ ജയിച്ചു. സ്വാഭാവികം. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. അപ്പൊ ശരി, ടാറ്റാ, ബൈ.